നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കെ സ്റ്റാലിൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മകൻ ഉദയനിധി സ്റ്റാലിൻ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അച്ഛനും മകനും കൂടി തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. 5 വർഷമാണ് ഭരണകാലാവധിയെന്ന് മറന്നുപോയി ഈ DMK. അതായത് അന്ന് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ വിഖ്യാതമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയ്ക്കെതിരെ അതിശക്തമായ വിമർശനം ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അത് മറ്റൊന്നുമല്ല, ഈ സനാതനധർമ്മം എന്നത് ഈ ഡെങ്കു പോലെയാണ്, മലേറിയ പോലെയാണ്, ഇതെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ്. കൊതുകിനെ നശിപ്പിക്കും പോലെ നമ്മൾ ഈ സനാതനധർമ്മത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കണം എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് നമ്മുടെ ഈ ഉദയനിധി സ്റ്റാലിൻ. അതിനെതിരെ കോടതിയുടെ പോലും പരാമർശമുണ്ടായി. വലിയ വിമർശനം തമിഴ്നാട്ടിൽ നിന്നുണ്ടായി. വലിയ വിമർശനം ദേശീയ തലത്തിൽ നിന്ന് പോലും ഉണ്ടായി. ഇങ്ങനെ സനാതനധർമ്മത്തെ ഉന്മൂലനാശനം ചെയ്യാനായി നടന്ന കെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് ഭരണം പോയി 5 വർഷം മാത്രമല്ല, അടുത്തുള്ള 10-15 വർഷത്തേക്ക് ഇനി ഭരണം തങ്ങൾക്കായിരിക്കും എന്നാണ് DMK വിചാരിച്ചത്. ഒരു എക്സിറ്റ് പോളും അതുപോലെ തന്നെ ഒരു സർവേ ഫലങ്ങളും DMK അധികാരത്തിൽ നിന്ന് മാറും എന്ന് പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഒരു ഫലവും വന്നതല്ല. DMK തുടർഭരണം നേടും, സീറ്റുകൾ കുറഞ്ഞാലും തുടർഭരണം നേടുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ DMKയ്ക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഭരണം നഷ്ടപ്പെട്ടത് ചെറിയ സീറ്റുകൾക്കൊന്നുമല്ല. DMK നല്ല വൃത്തിക്ക് തോറ്റുവെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയായിരുന്ന കെ സ്റ്റാലിൻ പോലും തോറ്റു. കെ സ്റ്റാലിൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉരുക്ക് കോട്ടയാണ്. അവിടേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിയില്ല. അങ്ങനെയുള്ള ഉരുക്ക് കോട്ടയിലേക്കാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വിജയ് കടന്നു കയറിയത്. മുഖ്യമന്ത്രിയെപ്പോലും തോൽപ്പിച്ചു. എന്തോ ഒരു ഭാഗ്യത്തിന് ഉദയനിധി സ്റ്റാലിൻ തോറ്റില്ല. പക്ഷേ DMK സമ്പൂർണ്ണമായി ഈ തോറ്റു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ പരാജയം നമുക്ക് സഹിക്കാം. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും തെരഞ്ഞെടുപ്പിൽ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും. ഈ തോൽവി അങ്ങ് നമുക്ക് സഹിക്കാം. ജനങ്ങളുടെ ഇടയിൽ കൂടുതലായി ജോലിയെടുത്താൽ, പണിയെടുത്താൽ വീണ്ടും അടുത്ത 5 വർഷം കൊണ്ട് അധികാരത്തിൽ എത്താൻ സാധിക്കും. DMK പോലെയുള്ള ഒരു പാർട്ടി എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ പരാജയം അവിടെ നിന്നില്ല, തകർച്ച അവിടെ നിന്നില്ല. പിന്നീട് മുന്നണിയും പാർട്ടിയുമെല്ലാം ഓരോന്നോരോന്നായി തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വർഷങ്ങളായി DMKയോടൊപ്പം നിന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതേപോലെ തന്നെ DMKയുടെ പണം പറ്റിക്കൊണ്ട് DMKയുടെ ചെലവിൽ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മറ്റു 3 പാർട്ടികളുമുണ്ട്. അത് മറ്റാരുമല്ല, CPM, CPI, മുസ്ലിം ലീഗ്. ഇങ്ങനെ ഈ 4 പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ 4 പാർട്ടികൾ DMKയുടെ തണലിൽ തമിഴ്നാട്ടിൽ വളർന്നുകൊണ്ടിരുന്ന സഖ്യകക്ഷികളായിരുന്നു. ഈ സഖ്യകക്ഷികളെല്ലാം DMK പരാജയപ്പെട്ടപ്പോൾ TVK എന്ന ഒരു പാർട്ടി ഉണ്ടാക്കി വിജയ് അധികാരത്തിന് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ സ്റ്റാലിനെ ഉപേക്ഷിച്ച് വിജയ്ക്കൊപ്പം പോയി. അതായത് കേവല ഭൂരിപക്ഷത്തിന് ഏതാനും ചില സീറ്റുകളുടെ കുറവ് വിജയ്ക്കുണ്ടായിരുന്നു. ആ കുറവാണ് ഇപ്പോൾ കോൺഗ്രസും CPIയും CPMും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ചേർന്ന് നികത്തിയത്. ഇതോടുകൂടി അവിടെ ഒരു ഭൂരിപക്ഷ സർക്കാരായി. പക്ഷേ സ്റ്റാലിൻ ഒറ്റപ്പെട്ടു. സ്റ്റാലിൻ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി നരേന്ദ്രമോദിക്ക് വലിയ ഭീഷണി സൃഷ്ടിച്ച ഒരു നേതാവ് കൂടിയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ BJPയെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാതിരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പാർട്ടികളിൽ ഒന്നാണ് DMK. കാരണം DMK തമിഴ്നാട്ടിൽ BJPക്ക് സീറ്റുകളൊന്നും കൊടുത്തില്ല. അതുപോലെ തന്നെ മറ്റു ചില പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ പ്രധാനമായും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി, തേജസ്വി യാദവിൻ്റെ പാർട്ടി, RJD, ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ, അത് മഹാരാഷ്ട്രയിലെ NCP, ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികളാണ് BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേരിടുന്നതിൽ നിന്നും 2024 തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയെ പരാജയപ്പെടുത്തിയത്. പക്ഷേ ഈ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് സ്റ്റാലിൻ. അതേ സ്റ്റാലിൻ തന്നെ ഞങ്ങൾ ഇനി ഇന്ത്യ മുന്നണിയിലില്ല, ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി ഞങ്ങൾക്ക് ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിപ്പിടം അനുവദിക്കണം എന്ന ആവശ്യമാണ് DMK കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ സ്പീക്കർക്ക് അറിയിച്ചതും ലോക്സഭാ സ്പീക്കർ അത് അനുവദിച്ചു കൊടുത്തതും. പ്രശ്നാധിഷ്ഠിതമായ പിന്തുണ വേണമെങ്കിൽ NDAക്ക് തരാമെന്ന് പോലും DMK ഇപ്പോൾ രഹസ്യമായി സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇപ്പോൾ ലഭിക്കുന്ന സൂചനയനുസരിച്ച് 3/2 ഭൂരിപക്ഷം ഇപ്പോൾ NDAക്ക് ഉണ്ട്. കാരണം പല പാർട്ടികളും വിഘടിച്ചു. പല പാർട്ടികളുടെയും MLAമാർ, MP മാർ, വിമതന്മാരായ MP മാർ കൂട്ടത്തോടു കൂടി BJPയിലേക്കോ അല്ലെങ്കിൽ BJP അനുകൂല പാർട്ടിയിലേക്കോ പോയി.
അങ്ങനെ NDAയുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതി ബില്ല് വേണമെങ്കിലും BJPക്ക് പാർലമെൻറ്റിൽ പാസ്സാക്കാമെന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഈ DMKയുടെ നിലപാട് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ DMK സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞു. DMKയുടെ ഒപ്പം നിന്ന പാർട്ടികളെല്ലാം തങ്ങളുടെ ഒരു സ്വാധീന വലയത്തിൽ നിന്നും പുറത്തു കടന്നു. BJPക്കൊപ്പം നിന്ന് അല്ലെങ്കിൽ BJPയുടെ അനുവാദത്തോടു കൂടി ദേശീയ തലത്തിൽ നിൽക്കേണ്ട സാഹചര്യം. മാത്രമല്ല വർഷങ്ങളായി ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കൂടി ഇപ്പോൾ DMK മുന്നണിയെ വിട്ടുപോവുകയാണ്. അത് മറ്റാരുമല്ല, വൈക്കോയുടെ MDMK ആണ്. MDMK പാർട്ടി വിടുന്നു എന്ന് ഇപ്പോൾ DMK അറിയിച്ചു കഴിഞ്ഞിരുന്നു. വർഷങ്ങളായി ഒപ്പമുണ്ടായിരുന്ന മുസ്ലിം ലീഗ് വിട്ടുപോയപ്പോൾ DMKയെ മുന്നണി വിടുന്നു എന്ന് ഒന്ന് ഔദ്യോഗികമായി അറിയിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്നലെയാണ് അങ്ങനെ ഒരു അറിയിപ്പ് മുസ്ലിം ലീഗ് DMKയ്ക്ക് നൽകിയത്. സർക്കാർ ഉണ്ടാക്കി ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഇത്തരത്തിൽ തങ്ങളെ ചതിച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകുന്നു. വൈക്കോയുടെ MDMKയും ഇപ്പോൾ DMK വിട്ടു പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹവും വിജയ്ക്കൊപ്പം ചേരാൻ പോകുന്നു എന്നാണ് സൂചന. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്നത് വൈക്കോയുടെ 2 MLAമാർ വിജയിച്ചിരിക്കുന്നത് ഈ DMKയുടെ ഉദയസൂര്യൻ എന്ന ചിഹ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ 2 MLAമാരായി പാർട്ടി വിട്ടു പോകുമ്പോൾ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും എന്നുള്ളത് കൊണ്ട് തന്നെ രാജിവെച്ച് ഈ MLAമാർ രാജിവെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ DMKയുടെ അല്ലെങ്കിൽ TVKയുടെ പിന്തുണയുണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് ജയിച്ചു വരും. ഈ 2 MLAമാരിൽ ഒരാളെ മന്ത്രിസ്ഥാനം നൽകാമെന്നും വിജയ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DMKയെ വിട്ട് ഒരു ഘടകകക്ഷി കൂടി മുന്നോട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി വിട്ട് TVKയിലേക്ക് പോയിരിക്കുന്നു. അപ്പുറത്ത് AIADMK പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇങ്ങനെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായി ഇറങ്ങിത്തിരിച്ച DMK എന്ന മുന്നണി സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും ഇപ്പോൾ സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സംഘടന പോലും തകർന്നിരിക്കുന്നു. രാഷ്ട്രീയമായ ഒരു പരാജയം മാത്രമല്ല, ഘടകകക്ഷികളെല്ലാം വിട്ടുപോയിരിക്കുന്നു. ഇത്രയധികം ഘടകകക്ഷികൾ ഉണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും അവർക്കൊരു മന്ത്രിസ്ഥാനം നൽകാൻ ഇതുവരെ DMKയോ ADMKയോ തയ്യാറായിട്ടില്ല. ഇതാണ് DMKയും ADMKയും കാട്ടിയ ഏറ്റവും വലിയ മണ്ടത്തരം. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തിയില്ല എങ്കിൽ പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെല്ലാം വിട്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും DMKയോ ADMKയോ സർക്കാരിൻ്റെ ഭാഗമാക്കിയിട്ടില്ല ഈ ഘടകകക്ഷികളെ. അവരെ ഈ വോട്ടിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാക്കി മാറ്റി നിർത്തുകയായിരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ കുറച്ച് തുക അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തും. സമ്പൂർണ്ണമായും സർക്കാർ DMKയുടെ ഭാഗത്തായിരുന്നു, ADMKയുടെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയത്തിന് ഇപ്പോൾ വലിയ മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നു. വിജയ് ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നു, വൈക്കോയ്ക്കും മന്ത്രിസ്ഥാനം നൽകാൻ പോകുന്നു. ഇനി DMKയും ADMKയും വീട്ടിലിരുന്ന് തങ്ങളുടെ രാഷ്ട്രീയ ശൈലി ഒന്ന് പുനരവലോകനം ചെയ്യട്ടെ.